ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട ഒരു കാര്യത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് എൻ്റെ യാത്രയിൽ ഒരു പുതുമ ഞാൻ കണ്ടു. ഒരു 800 കാറിൽ ഒരു ആൻറ്റിയും ഒരു അങ്കിളും ഒരു കാപ്പിക്കട തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലക്സിനെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി. ചുക്ക് കാപ്പി, കാടമുട്ട, കടല, ഇത് ഞാൻ ഫ്ലക്സിൽ കണ്ടു. ഈ തണുപ്പ് സമയത്ത് ഒരു കാപ്പി കുടിച്ചാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഞാൻ ഒരു കാപ്പിയും ഒരു കാടമുട്ടയും ഒരു കടലയും ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ നിറയെ സ്ഥലങ്ങളിൽ ചുക്ക് കാപ്പി കുടിക്കാറുണ്ട്. ഇവിടുത്തെ ചുക്ക് കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ കരിപ്പട്ടിയുടെ ഫ്ലേവർ കറക്റ്റായി ഇരിപ്പുണ്ട് അതിൽ. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നാടൻ കരിപ്പട്ടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. നാടൻ കരിപ്പട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വില കൂട്ടിയാണ് കൊടുക്കേണ്ടത്. ഇവര് ഈ ചുക്ക് കാപ്പിക്ക് 10 രൂപയെ ഇവർ മേടിക്കുന്നുള്ളൂ. അടുത്ത് ഞാൻ ട്രൈ ചെയ്തത് മസാല കാടമുട്ട. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ മസാലയ്ക്ക്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കവറിലിരിക്കുന്ന പോലത്തെ പൊടിയല്ല അവർ ആഡ് ചെയ്തിരിക്കുന്നത്. കൈപ്പട അരച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മസാലയാണ്, ഒരു പ്രത്യേക മസാലയാണ് ഇതിൽ അവർ ചേർക്കുന്നത്. അടുത്ത് ഞാൻ ട്രൈ ചെയ്തത് ആ മസാല കടലയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തോ മസാല അതിൽ ചേർക്കുന്നതെന്ന് അറിയാൻ പാടില്ല. പ്രത്യേക ടേസ്റ്റും അതിൻ്റെ സ്വാദനം പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മസാല കടയിലേക്ക് അവർ 20 രൂപയെ മേടിക്കുന്നുള്ളൂ. അതേപോലെ കാടമുട്ടയ്ക്ക് 30 രൂപയെ മേടിക്കുന്നുള്ളൂ. 5 കാടമുട്ട അവർ തരുന്നുണ്ട്. ഇപ്പോൾ അവർ മഴ പെയ്താൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻറ്റിൻ്റെ സെറ്റപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേഷൻ എവിടെയെന്നാ, ചെങ്കവള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ ബൈപ്പാസ് വന്ന് കയറുന്നുണ്ട്. ആ ബൈപ്പാസിലേക്ക് തിരിയുന്ന ആ വളവിൽ തന്നെ ഇവരെ ആ കട ഇട്ടിട്ടുണ്ട്. ഇവർ കട സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 മണിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഒരു 10, 11, 12 മണി വരെ ഉണ്ടാവും അവർ. ഈ വീഡിയോ കാണുന്നവർ ഈ വഴിക്ക് പോകുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ചവിട്ടാൻ മറക്കരുത്. ഇവിടെ ചവിട്ടുന്നത് മാത്രമല്ല, നിങ്ങൾ ഇറങ്ങി എന്തൊക്കെയെങ്കിലും കഴിച്ചാൽ മാത്രമേ അവർക്ക് ഈ ബിസിനസ്സിൽ ഒരു ലാഭം കിട്ടത്തുള്ളൂ കേട്ടോ. ചെറിയ രീതിക്ക് വരുമാനം കിട്ടിയാൽ മതി. കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം. കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന നല്ല മനസ്സുണ്ടെന്ന് ഞാൻ ഇവരെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളും ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അടുത്ത വ്ളോഗിൽ കാണാമേ. ടാറ്റാ.